ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്ലാസ് 7ലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും SCERT NCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ഇമ്പോർട്ടൻസ് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു 10th ലെവൽ വരെയുള്ള പ്രിപ്പറേഷൻസിന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് SCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. പക്ഷേ എക്സാം അതിനും ഹയർ ലെവലിലേക്ക് വരുമ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അങ്ങനെയൊക്കെയുള്ള എക്സാംസിന് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഏകദേശം സിവിൽ സർവീസുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പോൾ നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, NCERT ടെക്സ്റ്റ് ബുക്കുകൾ കൂടി നന്നായിട്ട് റീഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഡിഗ്രി ലെവലിന് റെക്കമെൻഡ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെയാണ്, ലൈക്ക് സ്പെക്ട്രം, ലക്ഷ്മികാന്ത് പൊളിറ്റി അങ്ങനെയൊക്കെയുള്ള ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷേ എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു സ്ട്രോങ് ബേസ് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ സ്ട്രോങ് ബേസിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതത്ര എഫക്റ്റീവ് ആകണമെന്നില്ല. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും NCERT ക്ലാസ് 7 തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ചാപ്റ്റേഴ്സായിട്ട് 7th ഒരു കുട്ടി എന്താണോ പഠിച്ചു വരുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ച് 7, 8, 9, 10, 11, 12 വരെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യാവുന്നതാണ്. സോ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിക്കുക. എന്തായാലും നമുക്ക് ഇന്ന് ഈ ഒരു ചാപ്റ്റർ നോക്കാം. ഇക്വാളിറ്റി ഇൻ ഇന്ത്യൻ ഡെമോക്രസി എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസസ് എവറി പേഴ്സൺ ആസ് ഈക്വൽ. ദിസ് മീൻസ് ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഇൻ ദ കൺട്രി ഇൻക്ലൂഡിംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ പേഴ്സൺസ് from all caste, religions, tribes, educational and economic backgrounds are recognized as equal. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ ഇന്ത്യയിലെ യാതൊരു തരത്തിലുള്ള വേർതിരിവുകളും ഇല്ലാതെ, ലിംഗ മത വർണ്ണ വിവേചന വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഓരോ ഇന്ത്യൻ പൗരന്മാരും തുല്യരാണ് എന്ന് പറയുന്ന ഒരു ബൃഹത്തായ ആശയമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. പിന്നെ വരുമ്പോൾ ഡിസ്ക്രിമിനേഷനും നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഈ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടെങ്കിൽ കൂടിയും വ്യക്തമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ പല ഏരിയാസിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷനെയൊക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമ സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് പറയുന്നുണ്ട്, ദിസ് റെക്കഗ്നേഷൻ ഓഫ് ഇക്വാളിറ്റി ഇൻക്ലൂഡ് സം ഓഫ് ദി ഫ്ലോയിങ് പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ദാറ്റ് എവറി പേഴ്സൺ ഈസ് ഈക്വൽ ബിഫോർ ലോ. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിന് മുന്നിൽ ഓരോ പൗരന്മാരും തുല്യരാണ്. What this means is that every person, from the president of the country to Canada, a domestic worker, has to obey the same law. എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ ഒരു ഡൊമസ്റ്റിക് വർക്കർ ആയിട്ടുള്ള ആൾക്ക് വരെയും എന്ത് തന്നെയാണ്, നിയമം തുല്യം തന്നെയാണ്. യാതൊരു വലിപ്പ ചെറുപ്പവും അവിടെ ഇല്ല. പിന്നെ പറയുന്നത്, no person can be discriminated against on the basis of their religion, race, caste, place of birth or whether they are female or male. പിന്നെ ജാതി, മതം, എവിടെയാണ് ജനിച്ചിരിക്കുന്നത്, ലിംഗവ്യത്യാസങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻഇക്വാളിറ്റിയും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ പ്രൊവിഷനായിട്ട് പറയുന്നത്, എവറി പേഴ്സൺ ഹാസ് ആക്സസ് ടു ഓൾ പബ്ലിക് പ്ലേസസ് ഇൻക്ലൂഡിംഗ് പ്ലേ ഗ്രൗണ്ട്സ്, ഹോട്ടൽസ്, ഷോപ്സ് ആൻഡ് മാർക്കറ്റ്സ്. ഓരോ വ്യക്തിക്കും തുല്യമായിട്ടുള്ള ആക്സസ് ആണ് എല്ലാ സ്ഥലത്തേക്കും എത്തിപ്പെടാൻ. ഈ പറയുന്ന പ്ലേ ഗ്രൗണ്ട്സ്, ഹോട്ടൽ, ഷോപ്സ്, മാർക്കറ്റ്സ് ഇവിടേക്കെല്ലാം ഒരു വ്യക്തിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം തുല്യമാണ്. All persons can use publicly available wells, roads and bathing guards. പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫെസിലിറ്റീസ് എല്ലാം തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈക്വലായിട്ട് എല്ലാ പൗരന്മാർക്കും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അൺടച്ചബിലിറ്റി ഹാസ് ബീൻ അബോളിഷ്ഡ്. അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതൊക്കെയെന്ന് വെച്ചാൽ അബോളിഷ്ഡ്, നിർമ്മാർജ്ജനം ചെയ്തിരിക്കുകയാണ്. യാതൊരു രീതിയിലും നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യാൻ പാടില്ല, അൺടച്ചബിലിറ്റി പാടില്ല. ഇപ്പം നമുക്ക് തന്നെ അറിയാനായിട്ട് പറ്റും, പണ്ട് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരള സമൂഹം തന്നെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്ന ഒരു ദുരാചാരം ആണ് ഈ പറയുന്ന അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. അതിനെ പാടെ നമ്മുടെ നിയമം തുടച്ചു നീക്കിയിരിക്കുകയാണ്, അബോളിഷ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പറയുന്നത്,
The two ways in which the government has tried to implement the equality that is guaranteed in the constitution is first through laws and second through government programs or schemes to help disadvantaged communities. അപ്പോൾ നമ്മൾ ഈ ഇക്വാളിറ്റി എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ പറഞ്ഞു. ഇനി ഗവൺമെൻറ് എന്താണ് ഈ ഇക്വാളിറ്റിക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കണം, ഒരു അഷ്യൂറിറ്റി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഒന്നാമത് നിയമങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഗ്യാരണ്ടി ഇക്വാളിറ്റിക്ക് കൊടുക്കുന്നത്. രണ്ടാമതെന്ന് പറയുമ്പോൾ സ്കീമുകളാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസ് ആണ്. ഡിസ്അഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന അഡ്വാൻറ്റേജസ് എല്ലാം ഒരു സമൂഹത്തിൽ നിരസിക്കപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവരിലേക്ക് ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ എത്തുക വഴി അവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, സമൂഹത്തിലേക്ക് ഉയർന്നു നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് അഷ്വർ ചെയ്യുന്നത് നിയമങ്ങളിൽ കൂടിയും രണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളിൽ കൂടിയും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കീമുകളുടെ കാര്യം പറഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട് ദെയർ ആർ സെവറൽ ലോസ് ഇൻ ഇന്ത്യ ദാറ്റ് പ്രൊട്ടക്ട് എവറി പേഴ്സൺസ് റൈറ്റ് ടു ബി ട്രീറ്റഡ് ഈക്വലി. ഓരോ വ്യക്തിയെയും തുല്യരായി പരിഗണിക്കുന്നതിന് നിയമങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇൻ അഡീഷൻ ടു ലോസ് ദ ഗവൺമെൻറ് ഹാസ് ഓൾസോ സെറ്റപ്പ് സെവറൽ സ്കീംസ് ടു ഇംപ്രൂവ് ദ ലൈവ്സ് ഓഫ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് ബീൻ ട്രീറ്റഡ് അൺഈക്വലി ഫോർ സെവറൽ സെഞ്ചുറീസ്. ഒരുപാട് സെഞ്ചുറികളിലായിട്ട് എന്താണ് മോശമായിട്ട് ട്രീറ്റ് ചെയ്തിരുന്ന ആളുകളുണ്ട്, സമൂഹമുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒരു സമൂഹത്തിൻ്റെ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകളും നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. These schemes are to ensure greater opportunity for people who have not had this in the past. എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് അവർക്കൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത, എത്തിച്ചേരാൻ പറ്റാത്ത ഇടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള സ്കീമുകളുടെ സഹായത്തോടു കൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, എത്തിച്ചേരാൻ പറ്റുന്നു. അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് അവർക്കും ഒപ്പം മറ്റുള്ളവർക്കൊപ്പം തന്നെ എത്താനായിട്ട് സാധിക്കുന്നു. One of the steps taken by government includes the midday meal scheme. This refers to the program introduced in all government elementary school to provide children with cooked lunch. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണിത്. ഒന്നുകൂടി പറയാം, ഇത്തരത്തിൽ നമ്മുടെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത്, മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത്. ഈ ഒരു സ്കീം അനുസരിച്ച് ഇൻ ഓൾ ഗവൺമെൻറ് എലമെൻ്ററി സ്കൂൾ, എല്ലാ ഗവൺമെൻറ് എലമെൻ്ററി സ്കൂളിലും ഉച്ചഭക്ഷണം എന്ത് ചെയ്യുകയാണ്, കുക്ക്ഡ് ലഞ്ച്, ഉച്ചഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഇൻട്രൊഡ്യൂസ് ദ സ്കീം ആൻഡ് ഇൻ 2001 ദ സുപ്രീം കോർട്ട് ആസ്ക്ഡ് ഓൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ടു ബിഗിൻ ദിസ് പ്രോഗ്രാം ഇൻ ദിയർ സ്കൂൾസ് വിത്തിൻ 6 months. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. മിഡ് ഡേ മീൽ സ്കീമിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് കിട്ടാം. അപ്പോൾ തമിഴ്നാടാണ് ആദ്യമായിട്ട് മിഡ് ഡേ മീൽ സ്കീം എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സുപ്രീം കോടതി 2001 എല്ലാ സംസ്ഥാനങ്ങളോടുമായിട്ട് പറഞ്ഞു 6 മാസത്തിനുള്ളിൽ തന്നെ മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത് എലമെൻ്ററി സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള നിർദ്ദേശവും കൊടുക്കുകയാണ്. പിന്നെന്താണ് പറയുന്നത്, ദിസ് പ്രോഗ്രാം ഹാസ് ഹാഡ് മെനി പോസിറ്റീവ് ഇഫക്ട്സ്. ഈ ഒരു ഇപ്പം നമുക്ക് തന്നെ അറിയാം ഉച്ചഭക്ഷണ പദ്ധതിക്ക് എന്തോരം പോസിറ്റീവ് ഇഫക്ട്സ് ആണുള്ളതെന്ന്. ദീസ് ഇൻക്ലൂഡ് ദ ഫാക്ട് ദാറ്റ് മോർ പുവർ ചിൽഡ്രൻ ഹാവ് ബിഗാൻ എൻറോളിങ് ആൻഡ് റെഗുലർലി അറ്റൻഡിങ് ദ സ്കൂൾ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ എന്താണ് സ്കൂളിൽ വിടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഒരു പക്ഷേ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളാവാം, അവർ കടന്നു വരുന്ന ഒരു ദാരിദ്ര്യം, ആ ഒരു സിറ്റുവേഷൻ ആവാം. അപ്പോൾ അതൊക്കെ കൊണ്ട് പാരൻസ് എന്ത് ചെയ്തിരുന്നില്ല, കുട്ടികളെ സ്കൂളിൽ വിടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരു മിഡ് ഡേ മീൽ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആഹാരത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്കൂളിൽ എത്തുന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അറ്റൻഡൻസും അതുപോലെ കുട്ടികളുടെ എൻറോളിങ്ങും വർദ്ധിക്കാനായിട്ട് തുടങ്ങി. ടീച്ചേഴ്സ് റിപ്പോർട്ടഡ് ദാറ്റ് ഏർലിയർ ചിൽഡ്രൻ would often go home for lunch and then not return to school. But now with meal day being provided in school, their attendance has improved. നേരത്തെ എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യം, കുട്ടികളെ ലഞ്ചിനെന്ന് പറഞ്ഞ് വീട്ടിൽ പോയതിന് ശേഷം പിന്നെ അവർ എന്ത് ചെയ്യുന്നില്ല, സ്കൂളിലേക്ക് തിരികെ വരുന്നില്ല. പക്ഷേ മിഡ് ഡേ മീൽ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ തന്നെ ഭക്ഷണം കഴിച്ച് അതിന് ശേഷമുള്ള സമയം അവരെന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് പാഠ്യ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർ അറ്റൻഡൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയുന്നു. ദെയർ മദേഴ്സ് ഹു earlier had to interrupt their work to feed their children at home during the day now no longer need to do so. This program has also helped reduce caste prejudices because children of all castes in this school eat this meal together. അപ്പോൾ ഒരു സ്കൂളിൽ ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഒരേ ഭക്ഷണമാണ് കഴിക്കുന്നത്. അപ്പോൾ അതുപോലൊരു ഇക്വാളിറ്റി വേറെ ഇല്ല. ഇപ്പോൾ ചില കുട്ടികൾ വേറൊരു ഫുഡ്, മറ്റു കുട്ടികൾ വേറൊരു ഫുഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെന്താണ്, ഒരു ഇനിക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എല്ലാ കുട്ടികളും ഒരേ ആഹാരം കഴിക്കുന്ന സമയത്ത് ഇക്വാളിറ്റിക്ക് ഇതിൽ നല്ലൊരു മാതൃക ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കാസ്റ്റ് പ്രെജുഡിസിനെ ബ്രേക്ക് ചെയ്തു. ഒപ്പം തന്നെ ദളിത് വുമൻ ഹാവ് ബീൻ എംപ്ലോയ്ഡ് ടു കുക്ക് ദ മീൽ. ദളിത് വുമൻ എന്ത് ചെയ്തു, കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഏർപ്പാടാക്കുമ്പോൾ അവിടെ എല്ലാ രീതിയിലുമുള്ള കാസ്റ്റ് പ്രെജുഡിസസ് എന്ത് ചെയ്യുകയാണ്, ബ്രേക്ക് ചെയ്യുകയാണ്. കുട്ടികളെല്ലാം നല്ല വാല്യൂസ് കിട്ടി വളർന്നു വരികയാണ് ചെയ്യുന്നത്. ദ മിഡ് ഡേ മീൽ പ്രോഗ്രാം ഓൾസോ ഹെൽപ്സ് റെഡ്യൂസ് ദ ഹങ്കർ ഓഫ് പുവർ സ്റ്റുഡൻസ് ഹു ഓഫൺ കം ടു സ്കൂൾ ആൻഡ് കനോട്ട് കോൺസെൻട്രേറ്റ് ബിക്കോസ് ദെയർ സ്റ്റൊമക്സ് ആർ എംപ്റ്റി. നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ഒഴിഞ്ഞ വയറൊക്കെ ആയിട്ട് ഇങ്ങനെ സ്കൂളിൽ വന്നിരിക്കുന്ന കുട്ടികളെക്കുറിച്ച്. പക്ഷേ ഇപ്പോൾ അവർക്ക് സ്കൂളിൽ വരുമ്പോൾ ഒരു സന്തോഷമാണ്, ഒരു
ഗ്രൂപ്പാണ്. എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് എന്ത് ചെയ്യും, അവരുടെ വയറ് നിറയ്ക്കാനുള്ള ഭക്ഷണം ആ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവരുടെ സ്റ്റഡീസിലുമൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. While government programs play an important role in increasing equality of opportunity, there is much that still needs to be done. While the midday meal program has helped increase the enrollment and attendance of poor children in school, there continues to be big differences in our country between schools that the rich attend and those that the poor attend. Every today, there are several schools in the country which Dalit children are discriminated against and treated unequally. These children are forced into unequal situations in which their dignity is not respected. This is because people refuse to think of them as equal even though the law requires it. അപ്പോൾ നമുക്ക് തന്നെ അറിയാനായിട്ട് പറ്റും, കാസ്റ്റിൻ്റെ പേരിലൊക്കെ ഒരുപാട് കുട്ടികൾ എന്ത് ഫേസ് ചെയ്യുന്നുണ്ട്, ഈ ഇനിക്വാളിറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. അവർ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ അവർ ഒഴിവാക്കി നിർത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം, വ്യക്തമായിട്ടും ശക്തമായിട്ടുമുള്ള നിയമ സംവിധാനങ്ങൾ വേണം. One of the main reasons for this is that attitude changes very slowly. Even though persons who are aware that discrimination is against the law, they continue to treat people unequally on the basis of their caste, religion, disability, economic status and because they are women. ഇപ്പോൾ നമുക്ക് ഗ്രാജുവലായിട്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവരെയും നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. പക്ഷേ ഒരു നിയമം വരുന്ന സമയത്ത് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്തിനെ ഭയക്കും, ആ ഒരു നിയമത്തിനെ ഭയക്കാനായിട്ട് തുടങ്ങും. ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ശിക്ഷിക്കപ്പെടും എന്നൊരു ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യാൻ ശ്രമിക്കില്ല, അങ്ങനെ ഒരു ഇനിക്വാളിറ്റി അവിടെ കാണിക്കാനായിട്ട് ശ്രമിക്കില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് ചെയ്യും, പതിയെ പതിയെ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ മാറ്റമായിട്ട് മാറും. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഈക്വൽ ഡിഗ്നിറ്റി, ഓരോ വ്യക്തികൾക്കും ഒരു ഈക്വൽ ഡിഗ്നിറ്റി കിട്ടുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്യും. ഇനി ഇഷ്യൂസ് ഓഫ് ഇക്വാളിറ്റി ഇൻ അതർ ഡെമോക്രസി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയുടെ കാര്യമാണ്. ഇനി മറ്റുള്ള ഡെമോക്രസിയിലെല്ലാം ഈക്വാളിറ്റി എങ്ങനെയാണെന്ന് കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനിവിടെ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കാര്യമാണ്. നമുക്കതൊന്ന് നോക്കാം. ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദ ആഫ്രിക്കൻ അമേരിക്കൻസ് ഹൂസ് ആൻസിസ്റ്റേഴ്സ് വെയർ ദ സ്ലേവ്സ് ഹൂ വെയർ ബ്രോട്ട് over from Africa continue to describe their lives today as largely unequal. Despite that fact that there was a movement in late 1950s to push for equal rights for American and African Americans. Prior to this, African Americans were treated extremely unequally in the United States, denied equality through law. For example, when traveling by bus, they either had to sit at the back of the bus or get up from the seat whenever a white person wished to sit. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എപ്പോഴും ഉള്ളൊരു ക്ലാഷാണ് ഈ ആഫ്രിക്കൻ അമേരിക്കൻസും അതുപോലെ നമ്മുടെ വൈറ്റ് അമേരിക്കൻസും, ബ്ലാക്ക് വൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഈ ബ്ലാക്കിനെ അവിടെ എന്താണ് നല്ല രീതിയിൽ ഇനിക്വാളിറ്റി ഫേസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ബ്ലാക്ക് അമേരിക്കൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, ഇപ്പോൾ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുകയാണ് നമ്മുടെ വൈറ്റും ബ്ലാക്കും. അപ്പോൾ ഒന്നെങ്കിൽ ഈ ബ്ലാക്ക് അവരെന്ത് ചെയ്യണം, ബസ്സിൻ്റെ പുറകിൽ നിന്ന് യാത്ര ചെയ്യണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു വൈറ്റിലെ ആൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്ത് ചെയ്യേണ്ടി വരും, ഇവർ എഴുന്നേറ്റ് കൊടുക്കേണ്ടി വരും. അത്രത്തോളം ഒരു ഇനിക്വാളിറ്റിയാണ് എവിടെയുള്ളത്, നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഉള്ളത്. അപ്പോൾ ഇതിനെതിരെയായിട്ട് 1950 ഈക്വൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് അവിടെ എന്ത് നടന്നു, ഒരു മൂവ്മെൻറ്റ് നടന്നു എന്നാണ് പറയുന്നത്. ഇനി അവിടെ പറയുന്നുണ്ട്, റോസ പാർക്സ് വാസ് ആൻ ആഫ്രിക്കൻ അമേരിക്കൻ വുമൻ tired from a long day at work. She refused to give up her seat on a bus to a white man on 1st December 1955. അപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് നല്ല ടയേർഡായിട്ട് വന്നൊരു എന്താണ് വിമൻ റോസ പാർക്സിന് എന്ത് ചെയ്യേണ്ടി വന്നു, സീറ്റ് കൊടുക്കേണ്ടി വന്നു. ഒരു വൈറ്റ് മാൻ വന്ന സമയത്ത് എഴുന്നേറ്റ് മാറി കൊടുക്കേണ്ടി വന്നു. Her refusal that day started a huge agitation against the unequal ways in which African Americans were treated and which come to be known as civil rights movement. അപ്പോൾ ആ ഒരു ദിവസം മുതൽ എന്ത് ചെയ്തു, ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഇതിനെതിരെ, ഇത്തരത്തിലുള്ള ഇനിക്വാളിറ്റിക്ക് എതിരെ എന്ത് ചെയ്തു, ശക്തമായിട്ടുള്ള എതിർപ്പുകൾ അവിടെ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് ഉണ്ടായി. ദ സിവിൽ റൈറ്റ് ആക്ട് ഓഫ് 1964 പ്രൊഹിബിറ്റഡ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റൈസ്, റിലീജിയൻ ഓർ നാഷണൽ ഒറിജിൻ. അപ്പോൾ ഈ പറയുന്ന ദ സിവിൽ റൈറ്റ്സ് ആക്ട് 1964 സിവിൽ റൈറ്റ്സ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു, ഡിസ്ക്രിമിനേഷനെ പ്രൊഹിബിറ്റ് ചെയ്തു. എന്നിരുന്നാൽ കൂടിയും ഇന്നും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിമിനേഷൻ വ്യക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് മറ്റൊരു വസ്തുതയാണ്. It also stated that all schools would be open to African American children and they would no longer have to attend separate schools specially set up for them. However, despite this, a majority of African Americans continue to be among the poorest in the country. Most African American children can only afford to attend government schools that have fewer facilities and poorly qualified teachers as compared to white students who either go to private schools or live in areas where the government schools are as highly rated as private schools. Okay, അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ആഫ്രിക്കൻ അമേരിക്കൻസിലെ കുട്ടികൾ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് സ്കൂൾസാണ്. അവർക്ക് എപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സ്കൂളാണ്. പക്ഷേ നമ്മുടെ വൈറ്റ് അമേരിക്കൻസ് പോകുന്നത് വലിയ വലിയ പ്രൈവറ്റ് സ്കൂളിലാണ്. അവിടെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും ബെറ്റർ സിലബസും ഒക്കെയാണ്. പക്ഷേ ഈ എപ്പോഴും നമ്മുടെ ആഫ്രിക്കൻ അമേരിക്കൻസിന് നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര ഡെവലപ്ഡ് നേഷനാണ്. എന്നിരുന്നാൽ കൂടിയും അവിടെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നമുക്ക് ദാരിദ്ര്യം എന്ന് പറയാൻ ദാരിദ്ര്യം ആ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നവരുണ്ട്. അതിൽ കൂടുതലും ഈ ആഫ്രിക്കൻ അമേരിക്കൻസ് ആണ്. അപ്പോൾ അവരുടെ മക്കൾക്ക് എപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ് സ്കൂൾസാണ്. ഈ സിവിൽ റൈറ്റ് ആക്ട് വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഒരേ സ്കൂളിൽ തന്നെ എന്ത് ചെയ്യണം, ആഫ്രിക്കൻ അമേരിക്കൻസും വൈറ്റ് അമേരിക്കൻസും പഠിക്കണമെന്ന് പറയുന്നുണ്ട്. അവർക്ക് സെപ്പറേറ്റ് സ്കൂളിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ഈ സിവിൽ റൈറ്റ് മൂവ്മെൻറ്റ് വന്ന സമയത്തൊക്കെ പറയുന്നത്. ഇനി ചലഞ്ച് ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് കൂടെയുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. നോ കൺട്രി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ബീയിങ് കംപ്ലീറ്റ്ലി ഡെമോക്രാറ്റിക്. ദർ ആർ ഓൾവേസ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ട്രൈങ് ടു എക്സ്പാൻഡ് ദി ഐഡിയ ഓഫ് ഡെമോക്രസി ആൻഡ് പുഷ് ഫോർ എ ഗ്രേറ്റർ recognition of equality on existing as well as new issues. Central to this is the struggle for recognition of all persons as equal and for their dignity to be maintained. In this book, you will read about how the issue of equality affects various aspects of our daily lives in democratic India. As you read these chapters, think about whether the equality of all persons and their being able to maintain their dignity is upheld. അപ്പോൾ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡെമോക്രാറ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും പരസ്യമായും രഹസ്യമായും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ കുട്ടികളെ ഒരു ഇക്വാളിറ്റി എന്ന് പറയുന്ന ആ ഒരു ആശയത്തിലേക്ക് കൊണ്ടുപോവുകയും എന്തൊക്കെയാണ് അവർ ഒരു ബെറ്റർ സിറ്റിസൺ ആയിട്ട് വളർത്തിയെടുക്കേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ചാപ്റ്റർ മാത്രമാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റേഴ്സ് ഇനി വരുന്നുണ്ട്. ആർട്ടിക്കിൾ 15 എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. ആർട്ടിക്കിൾ 15 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. നമ്മൾ ജനിച്ച സ്ഥലമോ നമ്മുടെ ജാതി, മതം, ലിംഗം എന്നിവയെ ഒന്നും ചൊല്ലിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. ദി സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി സിറ്റിസൺ ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ എനി ഓഫ് ദം. No citizen shall on grounds only of religion, race, caste, sex, place of birth or any of this subject to any disability, liability, restriction or condition with regard to access of shop, public restaurants, hotels and places of public entertainment, or the use of well, tongue, bathing guards, roads and places of public resort maintained wholly or party out of the state funds or dedicated to the use of the general public. വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പബ്ലിക് ആക്സസ് ഉള്ള സ്ഥലത്ത് ഈ പറയുന്ന വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റണം, ഒരുമിച്ച് ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് വളരെ കുറച്ച് ഫാക്റ്റുകൾ മാത്രമാണ്, ഒരു പിടി ഫാക്റ്റുകൾ. പക്ഷേ നമുക്കിത് റീഡ് ചെയ്യേണ്ട ആവശ്യം വളരെ അധികം ഉണ്ട്. കാരണം ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇനി വരുന്ന ചാപ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ വായിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം നമുക്കിനി നോട്ട്സ് കൂടി പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക്